എന്നാൽ എനിക്ക് അയാളോട് പറയാനായിട്ടുള്ള ഒരു മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കുടുംബങ്ങളെ അടുപ്പിക്കുവാൻ ഞാനല്ല ശ്രമിച്ചത്. ഇന്റർവ്യൂ ചെയ്യുവാൻ വന്ന ആങ്കർ എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഞാൻ നൽകുകയാണ് ചെയ്തത്. അതിനകത്ത് രേണു സുധിയെ പറ്റിയും രാഹുൽ ദാസ് എന്ന കിച്ചുവിനെ പറ്റിയുമുള്ള കാര്യങ്ങൾ എന്നോട് ചോദിച്ചപ്പോൾ എനിക്ക് പറയേണ്ട ചില കാര്യങ്ങൾ, എന്നെ ബാധിക്കപ്പെട്ട ചില കാര്യങ്ങൾക്ക് മറുപടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നോട് ചോദിച്ചപ്പോ ഞാൻ ഉത്തരം പറഞ്ഞതാ. ഞാൻ അങ്ങോട്ട് കയറി ഉത്തരം പറഞ്ഞല്ലോ. അവർ ചോദിച്ചതുകൊണ്ടാണല്ലോ നമ്മൾ ഉത്തരം പറഞ്ഞത്. ഇതെന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ രേണുവിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നതിലൊരാളാണ് അനീഷ് വ്ളോഗ്. അനീഷ് വ്ളോഗിൻ്റെ ചാനലിൽ ഒരു വീഡിയോ പ്രത്യക്ഷപ്പെട്ടു. കുറച്ച് നാളുകൾ കൊണ്ട് രേണുവിനെ സപ്പോർട്ട് ചെയ്തിട്ടും രേണുവിനെ അനുകൂലിച്ചിട്ടുള്ള വീഡിയോസ് പുള്ളിക്കാരൻ്റെ ചാനലിൽ വരുന്നുണ്ട്. യാതൊരു കുഴപ്പമില്ല. ഓരോന്നും ഓരോരുത്തരുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങളാണ്. ചിലർ സപ്പോർട്ട് ചെയ്യും, ചിലർ എതിർക്കും. ഒക്കെ അവരുടെ തീരുമാനങ്ങളാണ്, അവരുടെ അഭിപ്രായങ്ങളാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം സീക്രട്ട് ഏജൻറ്റ് ഒരു ചെറിയ ബൈറ്റ് കൊടുത്തു. ഈ ബൈറ്റിനകത്ത് സീക്രട്ട് ഏജൻറ്റ് പറയുന്നത്, ബിഷപ്പെന്ന് പറയുന്ന പുള്ളി ഉണ്ടല്ലോ, പുള്ളിയെ ചാട്ടവാറ് പെറുക്കി എടുക്കണം, യേശു ക്രിസ്തു ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ പടക്കാന്ന് അടിച്ചാനെ എന്നൊരു സാധനം അങ്ങോട്ട് പറഞ്ഞു. ആ സാധനത്തിൻ്റെ ആഫ്റ്റർ എഫക്ട്സും റിയാക്ഷൻസുമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആദ്യം കംപ്ലീറ്റ്ലി അനീഷ് വ്ളോഗിൻ്റെ ചാനലിൽ നിന്നുള്ള സാധനങ്ങളാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ സീക്രട്ട് ഏജൻറ്റ് പറഞ്ഞ സാധനം അനീഷ് വ്ളോഗിൻ്റെ ചാനലിൽ നിന്ന് തന്നെ അടർത്തിയെടുത്ത ചില ഈടുകളായി നമുക്ക് കണ്ടു നോക്കാം. ഓക്കെ, അയാളൊക്കെ ചാട്ടോണ്ടടിക്കണം. യേശു കുശുമ കിടന്നുണ്ട്, അല്ലെങ്കിൽ തിരിച്ചു വന്ന ഒരാൾ 3 അടിച്ച് പൊളിച്ചിട്ടുണ്ടാവും. ബിഷപ്പിനെ ചാട്ട കൊണ്ടടിക്കണം, അതായത് അങ്ങനെ ചാട്ട കൊണ്ടടിക്കണമെന്ന്. പിന്നെ അത് മാത്രമല്ല, യേശു ക്രിസ്തു കൂശി കിടക്കുന്നുണ്ടാണെന്ന്. ഇതുവരെ യേശു ക്രിസ്തു കൂശിന്ന് ഇറങ്ങിയിട്ടില്ലടാ. മതപരമായുള്ള ചോദ്യം. ഓക്കെ, അപ്പോൾ ഇതുവരെ യേശു ക്രിസ്തു ക്രൂശിൽ നിന്ന് ഇറങ്ങിയിട്ടില്ലേടാ എന്നൊരു ചോദ്യമാണ് സീക്രട്ട് ഏജന്റിനോട് പുള്ളിക്കാരൻ അനീഷ് വ്ളോഗ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ, ബിഷപ്പ് പറഞ്ഞ കുറച്ച് കാര്യങ്ങളിൽ എനിക്കും ഇതേ അഭിപ്രായമുണ്ട്. ഒരു ദൈവ പുരുഷൻ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വാക്കുകൾ, വചനങ്ങൾ മറ്റുള്ള സാധാരണ ജനങ്ങളിലേക്ക് എത്തിച്ച് അവരെ രക്ഷയുടെ പാതയിലേക്ക് എത്തിക്കേണ്ട ഒരു ബിഷപ്പ് പറയേണ്ട രീതിയിലോ സംസാരിക്കേണ്ട രീതിയിലോ അല്ല ബിഷപ്പ് സംസാരിച്ചെന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, യേശു ക്രിസ്തു ഒപ്പം ഉണ്ടായിരുന്നെങ്കിൽ ചാട്ട പറഞ്ഞ് അടിച്ചേനെ എന്ന് ഞാനും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ അടിക്കണം, അല്ലെങ്കിൽ അങ്ങേരെ അടിക്കണം എന്ന് പറയാനുള്ള റൈറ്റ്സ് നമുക്കുണ്ടോയെന്ന് എനിക്കറിയില്ല. സീക്രട്ട് ഏജന്റ് പറഞ്ഞ ആ സാധനത്തിനോട് ഞാൻ യോജിക്കുന്നില്ല കേട്ടോ. പക്ഷേ അനീഷ് വ്ളോഗ് പറഞ്ഞതിനോട് തീരെ യോജിക്കാൻ പറ്റത്തില്ല. അത് വെച്ച് നോക്കുമ്പോൾ സീക്രട്ട് ഏജന്റ് പറഞ്ഞതിനോട് നമുക്ക് ചെറുതായിട്ടൊന്ന് യോജിക്കാൻ തോന്നും. നമുക്ക് അനീഷ് വ്ളോഗ്സ് പറയുന്നത് ബാക്കിയേക്കാം. നീ എന്താ പറയുന്നത്? നിനക്ക് അറിവില്ലാത്ത കാര്യത്തെ കുറിച്ച് നീ എന്താ ഈ കടന്ന് വ്യാഖ്യാനിക്കുന്നത്? നീ ഒരു മതത്തെ മൊത്തത്തിൽ അധിക്ഷേപിക്കുന്ന രീതിയിലല്ലേ ഈ കാര്യങ്ങൾ പറയുന്നത്? അപ്പോൾ അനീഷ് വ്ളോഗ് പറഞ്ഞതോ? താങ്കളല്ലേ പറഞ്ഞേ യേശു ക്രിസ്തു ഇതുവരെ ക്രൂശിൽ നിന്ന് ഇറങ്ങിയില്ലേടാ? നമ്മൾ പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾ, ഇപ്പോൾ പുള്ളിക്കാരൻ സർക്കാസത്തിലൂടെ സാധനം പറഞ്ഞു, അനീഷും സർക്കാസത്തിലൂടെ ഒരു സാധനം പറഞ്ഞു, അത്രേ ഉള്ളൂ സംഭവം. നമ്മൾ അതേ മാർഗത്തിലൂടെ തിരിച്ചടിച്ചിട്ട് നീ അപമാനിച്ചില്ലടാ, അവഹേളിച്ചില്ലടാ എന്ന് ചോദിക്കുമ്പോൾ തിരിച്ചും ചോദ്യം വരും. അപ്പോൾ ബ്രോ പറഞ്ഞ സാധനം ചെറിയ അവഹേളിക്കലല്ലേ? അല്ലല്ലേ? അല്ലെങ്കിൽ അല്ല. അത് മാത്രമല്ല, ഇവിടെ ഒരു പുരോഹിതനെ അധിക്ഷേപിക്കുകയല്ലേ നീ ഇവിടെ ചെയ്യുന്നത്? പുരോഹിതനോ? പുരോഹിതൻ ചെയ്യേണ്ട പരിപാടികളൊക്കെയാണ് പുള്ളിക്കാരൻ മന്ദിരത്തിൽ നിന്ന് ചെയ്യുന്നതെന്ന് സ്വയമായി ഒന്ന് ആത്മപരിശോധന നടത്തിയാൽ വളരെ നല്ലതായിരിക്കും കേട്ടോ. വേറെ ഏത് പുരോഹിതനെ നിങ്ങൾ ഈ കണ്ടിട്ടുണ്ട്? ഞാൻ വീട് കൊടുത്തു വീട് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന പുരോഹിതനെയും, അതേപോലെ തന്നെ വീട് കൊടുത്തതിന് ശേഷം ഞാൻ ചെയ്ത ഏറ്റവും വലിയ പാപം ഇതാണ്, വീട് കൊടുത്തും പോയി തിരിച്ച് മേടിക്കാനും പറ്റുന്നില്ല എന്ന് പറയുകയും, ആദ്യം ഒരാളെ സപ്പോർട്ട് ചെയ്യും, പിന്നെ മറ്റൊരാളെ സപ്പോർട്ട് ചെയ്യും, പിന്നെ തിരിച്ച് ഇയാളെ സപ്പോർട്ട് ചെയ്യും. ഒരാളെയും സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് യാതൊരു പ്രശ്നമില്ല. പക്ഷെ നമ്മളങ്ങനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ മറ്റൊരാളെ അനാവശ്യമായി പല കാര്യങ്ങൾക്കും ഇരയാക്കുന്നതാണ് പ്രശ്നം. അപ്പം നമ്മൾ ഈ ബിഷപ്പിനെ രേണുവിനെയൊക്കെ അന്ധത ബാധിച്ച രീതിയിൽ സപ്പോർട്ട് ചെയ്യുമ്പോൾ അവർ ശരിയാണോ എന്ന് കൂടെ നോക്കണം. ആയിരുന്നു എന്ന് നോക്കണ്ട, ഇപ്പോൾ ആണോ നോക്കിയാൽ മതി. ഇപ്പോൾ കഴിഞ്ഞ സാധനം നമുക്കൊന്നും തിരുത്താൻ പറ്റത്തില്ല. ഇപ്പോൾ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കറക്റ്റ് ആണോ എന്നൊന്ന് വിലയിരുത്തി കഴിഞ്ഞാൽ അവർക്ക് നല്ലതാണ്. എന്ത് യോഗ്യതയാണ് അദ്ദേഹത്തെ ചാട്ടവാർ കൊണ്ട് അടിക്കണമെന്ന് പറയാൻ? അവിടെ അദ്ദേഹം പറഞ്ഞ തെറ്റെന്താണ്? കിച്ചു അല്ല, അദ്ദേഹം പറഞ്ഞ ശരി എന്താണ്? അതിന് അല്ല, അദ്ദേഹം പറഞ്ഞ ശരി എന്താണ്? കിച്ചു എന്ന് പറയുന്നവൻ്റെ പല കാര്യങ്ങളും നമുക്കറിയാം. അവൻ വെറും അഴുക്ക് ചെറുക്കനാണവൻ. അവൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ മുറി കയറി താമസിച്ചോണവൻ. ഞങ്ങൾ രേണുവിൻ്റെ കുടുംബത്തിനെ ഇനി ഉപദ്രവിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ നേരിടും എന്നൊക്കെയാണ് ബിഷപ്പ് പറഞ്ഞത്. എന്നിട്ട് ലാസ്റ്റ് അതിൻ്റെ കൂടെ ഒരു കോമ ഇട്ടിട്ട് നിയമപരമായി നേരിടും എന്ന് പറഞ്ഞ് കൂട്ടിച്ചേർത്തു. അപ്പം അതൊക്കെ കറക്റ്റ് ആണല്ലേ ചേട്ടാ? ഓക്കെ, കുറിച്ചല്ലേ അദ്ദേഹം പറഞ്ഞത്? കിച്ചു വന്നിട്ട് അവിടെ ഉണ്ടാക്കി വെച്ച വിഷയങ്ങൾ ഇനിയും ഇവിടെ വന്ന് ഉണ്ടാക്കരുതേ എന്ന് പറയുകയും, എന്റെ പറമ്പാണിത്, ഇവിടെ വന്ന് എന്തെങ്കിലും വിഷയം ഉണ്ടാക്കിയാൽ അത് എന്നെ ബാധിക്കും, ഈ പറമ്പിനെ ബാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞതിൽ എന്താണ് തെറ്റ്? ഈ വിഷയം നമ്മൾ ആ സ്ഥലം കൊടുത്തതല്ലേ, അവർക്ക് കൊടുത്തതല്ലേ. നമ്മൾ അവർക്കൊരു സാധനം കൊടുത്തിട്ട് ജീവിതകാലം മൊത്തം അവർ നമ്മൾ പറയുന്ന ചൊൽപ്പടിക്കൂടെ ജീവിക്കണം എന്ന് പറഞ്ഞാൽ നടക്കുമോ?
അവർക്ക് അറിഞ്ഞോ അറിയാതോ കേസുകളുണ്ടായി. ഒരു മനുഷ്യൻ്റെ പേരിൽ കേസ് ഉണ്ടായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവൻ കുറ്റക്കാരനാണെന്നല്ല. ഇതിന് കോടതിയിൽ പോകാം, പലതരത്തിലുള്ള നിയമ പോരാട്ടങ്ങൾ നടത്താം, നമ്മുടെ ഭാഗത്തുള്ള ഇന്നസെൻസ് പ്രൂവ് ചെയ്യാം. അത് പ്രൂവ് ചെയ്യുന്നത് വരെ ഒരുത്തനെ അറസ്റ്റ് ചെയ്തെങ്കിൽ പോലും അവൻ്റെ നിരപരാധിത്വമോ കുറ്റമോ പ്രൂവ് ചെയ്യുന്നത് വരെ അവൻ നിരപരാധിയാണ് നമ്മുടെ നിയമത്തിൻ്റെ മുമ്പിൽ. പിന്നെ എന്തടിസ്ഥാന കിച്ചുവിനെ നിയമപരമായി എവിടെയെങ്കിലും പിടിച്ച് ജയിലിലിട്ടിട്ടുണ്ടോ, കുറ്റം തെളിയിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞ് കിച്ചു നല്ലവനാണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല കേട്ടോ. കിച്ചുവിനെ കുറിച്ച് പല കഥകളും ഞാനും കേട്ടിട്ടുണ്ട്. എനിക്കറിയാൻ പാടില്ല കിച്ചു നല്ലതാണോ ചീത്തയാണോ എന്നൊന്നും. എനിക്കറിയാത്ത കാര്യത്തിൽ ഞാൻ കമൻറ്റ് ചെയ്യുന്നില്ല. പക്ഷെ നിലവിലത്തെ സാഹചര്യം വരെ അവൻ്റെ പേരിൽ ഒരു കേസ് ഉണ്ടെന്ന് പറഞ്ഞ് അവൻ കുറ്റവാളിയല്ല. അത് കോടതിയിൽ പോയിട്ട് അതിനെ ശിക്ഷിക്കപ്പെടുന്ന തരത്തിലുള്ള തെറ്റുകൾ അവൻ ചെയ്തിട്ടുണ്ടോ? അപ്പോൾ ഒരു പെറ്റി കിട്ടി, ഒരു മദ്യപിച്ച് വാഹനം ഓടിച്ച് പെറ്റി കിട്ടി. അങ്ങനെ എത്ര പേർക്ക് നമ്മുടെ നാട്ടിൽ മദ്യപിച്ച് വാഹനം ഓടിച്ച് പെറ്റി കിട്ടിയിട്ടുണ്ട്? ഓക്കെ, വാഹനം ഓടിച്ചു, വാഹനത്തിൽ RC ബുക്കില്ല, വണ്ടി പിടിച്ചെടുത്തു, എത്ര പേർക്ക് സംഭവിച്ചിട്ടുണ്ട്? ഇൻഷുറൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചു, പോലീസ് വണ്ടി ഓടിച്ചു, എത്ര പേർക്ക്? അതൊക്കെ അവർ പറയുന്നത് മദ്യപിച്ച് വാഹനം ഓടിച്ചു, അവൻ്റെ വണ്ടി പിടിച്ചു. അപ്പോൾ അവൻ കഞ്ചാവ് കേസിലുണ്ടെങ്കിൽ അവനെ പിടിച്ച് അകത്തിടണം, സീൻ തീർന്നില്ലേ? എന്നിട്ട് അത് ന്യൂസായിട്ടൊക്കെ വരട്ടെ, എന്നിട്ട് ഇത് കോടതിയിലൊക്കെ പോട്ടെ, അപ്പോൾ സെറ്റ്, അപ്പോൾ നമുക്ക് അതിനോട് പറയും. ഇതിപ്പോൾ ഒന്നുമില്ലാതെ ഈ ബിഷപ്പ് ഉൾപ്പെടെയുള്ളവർ ചെയ്യുന്ന കുറേ അലിഗേഷൻസ് അടിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന പരിപാടിയാണ് പല ആൾക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പല ആൾക്കാരും ഇപ്പോൾ രേണുവിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ എതിർത്തവരും സപ്പോർട്ട് ചെയ്തവരെല്ലാം രേണുവിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കണ്ടുപിടിച്ച മാർഗം സകല കുറ്റം എടുത്ത് കിച്ചുവിൻ്റെ പടലിക്കോട്ടിടുക. അവനാണ് ഒരു വള്ളിക്കുമില്ല വയ്യാവേലിക്കുമില്ല, അവൻ്റെ പാട് നോക്കിയാൻ പോവുക. ഇത്രയും വിവാദം ഉണ്ടായിട്ടും അവൻ അതിനെ ചൊല്ലി കണ്ടന്റ് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞാൻ അവന് കണ്ട ഏറ്റവും വലിയൊരു പോസിറ്റീവ്. അതേസമയം ഇപ്പുറത്ത് എന്താ സംഭവിക്കുന്നത്? അവൻ തുമ്മി, അവൻ തുമ്മിയപ്പോൾ എൻ്റെ മരുന്നിനെ കുറിച്ച് അവൻ പറഞ്ഞു, ഇന്നാ എൻ്റെ മരുന്ന് എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പുറത്ത് കണ്ടന്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും. അത് കണ്ടന്റ് ഉണ്ടാക്കിട്ടോ, അതൊക്കെ അവരുടെ താല്പര്യം കേട്ടോ, നമുക്ക് പ്രശ്നമൊന്നുമില്ല. എന്തെന്നുള്ളത് കിച്ചുവിന് നന്നായിട്ട് അറിയാം. ഇത് ഈ രേണുവിന്റെ വീട്ടുകാർക്കറിയാം, ഈ പറയുന്ന ഫാദറിനറിയാം, ആ നാട്ടിലുള്ളവർക്കറിയാം എന്താണെന്നുള്ളത്. ഇപ്പൊ ഒരു കുന്തം അറിയാതെ നീ വന്നിട്ടിരുന്ന് മറ്റുള്ളവരൊക്കെ പ്രതികരിച്ചിട്ടുണ്ടല്ലോ. ബിഷപ്പിനെ കുറിച്ച് ഓരോരുത്തർ വീഡിയോ ചെയ്തു, വളരെ മോശമായിട്ട് ചെയ്തവരുണ്ട്. അവരാരും ഇതുപോലെ ചാട്ടവാറിന് അടിക്കണം അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് അതിനകത്തോട്ട് പോകണ്ട, നമുക്ക് ഞാൻ അടിക്കണമെന്നല്ല കേട്ടോ. പിന്നെ യേശു ക്രിസ്തു ഇറങ്ങിയൊന്നും അടിക്കണമെന്ന് ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ അടിക്കണമെന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് ആരെയും ഉപദ്രവിക്കാനുള്ള, ശാരീരികമായി ഉപദ്രവിക്കാനുള്ള റൈറ്റ്സ് ഇല്ല, മാനസികമായി ഉപദ്രവിക്കാനുള്ള റൈറ്റ്സ് ഇല്ല. പക്ഷെ നമ്മൾ ചെയ്യുന്ന വീഡിയോ പലർക്കും മാനസികമായിട്ട് ഉപദ്രവം ഉണ്ടാവാറുണ്ട്. അതിപ്പം എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ബാക്കി കേൾക്കാം. അച്ഛൻ ബിഷപ്പ് പറയുന്ന ബാക്കി കേൾക്കാം. ഇതൊന്ന് AC ഇട്ടോട്ടെ, ഭയങ്കര ചൂട്. നമുക്കിനി ബിഷപ്പിന് പറയാനുള്ള ബാക്കി കേൾക്കാം. അതവിടെ നിൽക്കട്ടെ. എന്തായാലും ഈ ബിഷപ്പ് ഈ ഒരു വീഡിയോയുടെ താഴെ പോയി ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ കമന്റ് ഇങ്ങനെയാണ്: നമസ്കാരം സായി, നിങ്ങളുടെ അഭിപ്രായം ഞാൻ കണ്ടു, മറുപടി പറയാൻ എന്റെ സഭ്യത എന്നെ അനുവദിക്കുന്നില്ല. നോട്ട് ദിസ് പോയിന്റ് യുവർ ഓണർ. ബിഷപ്പ് സീക്രട്ട് ഏജന്റ് കൊടുത്ത ഇന്റർവ്യൂവിന്റെ താഴെ, സീക്രട്ട് ഏജന്റ് പറഞ്ഞ വീഡിയോയ്ക്ക് താഴെ പോയി കമന്റ് ഇട്ടു. കമന്റ് എന്താണ്? സായി, താങ്കളുടെ വീഡിയോ കണ്ടു, പക്ഷേ താങ്കൾക്ക് മറുപടി തരാൻ എൻ്റെ സഭ്യത, എൻ്റെ മാന്യത എന്നെ അനുവദിക്കുന്നില്ല. മനസ്സിലായല്ലോ? പുള്ളിക്കാരൻ്റെ മാന്യത റിപ്ലൈ കൊടുക്കാൻ അനുവദിക്കുന്നില്ല. ബാക്കി പറ. താങ്കളുടെ സംശയം നീക്കാൻ ഞാൻ ആരുമല്ല, ദൈവം താങ്കളോട് ക്ഷമിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം. ഇതാണ് പുരോഹിതൻ. ദിസ് ഈസ് ദ പുരോഹിതൻ, ദിസ് ഈസ് ദ ബിഷപ്പ്. പുള്ളിക്കാരൻ പറഞ്ഞു, ഞാൻ ദൈവം നിന്നോട് ക്ഷമിച്ചു, എല്ലാം നിന്റെ പാപങ്ങളൊക്കെ നമ്മൾ പുറത്തു, ഇതൊക്കെ നമ്മൾ വെറുതെ വിട്ടു, അച്ഛൻ വിശാല മനസ്കനായ അച്ഛൻ ക്ഷമിച്ചു. എന്നിട്ട് ബിഷപ്പ് ഒരു ബൈറ്റ് അങ്ങോട്ട് കൊടുത്തു അനീഷ് വ്ലോഗിന്. അപ്പോൾ നമ്മൾ ആദ്യം എന്താ പറഞ്ഞേ? സായിയോട് പ്രതികരിക്കാൻ എൻ്റെ മാന്യത സമ്മതിക്കുന്നില്ലെന്ന്. അല്ല, ഇപ്പം പ്രതികരിച്ചപ്പോൾ മാന്യത എന്ത് പറ്റി? മാന്യത ഒക്കെ പ്രതികരിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ പിന്നെ പ്രതികരിക്കാൻ നിൽക്കല്ലേ? ഇങ്ങനെ വാക്ക് മാറ്റി പറയാൻ പറ്റുമോ? ഇത്ര പെട്ടെന്ന് എങ്ങനെ ഈ വാക്ക് മാറ്റുന്നതെന്ന് എനിക്ക് മനസ്സിലാകാൻ പറ്റുന്നില്ല. ബിഷപ്പ് പൊളിറ്റിക്സിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമ്മൾ ആദ്യം ഒരു വാഗ്ദാനം നൽകുന്നു, പിന്നെ അത് മാറ്റി പറയുന്നു. അതാണല്ലോ രാഷ്ട്രീയത്തിൽ ചെയ്യുന്നത്. ബിഷപ്പ് ആദ്യം ഇപ്പം തോന്നുമ്പോൾ ഇപ്പോൾ ഒരു അഭിപ്രായം പറയും, പിന്നെ തോന്നുമ്പോൾ പിന്നൊരു അഭിപ്രായം പറയും. ഇത് സോഷ്യൽ മീഡിയയിൽ റീച്ചിന് വേണ്ടി ചില ആൾക്കാർ കാട്ടിക്കൂട്ടുന്ന ഒരു ടെക്നിക്കാണ് ബിഷപ്പ് ഇവിടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഓക്കെ, ബാക്കിയൊക്കെ ബിഷപ്പിനെ പറയാനുള്ളത് നമുക്ക് കേൾക്കാം. നമസ്കാരം അനീഷ്, ഗുഡ് മോർണിംഗ്. ഞാൻ ഇപ്പൊ രാവിലെ സായി എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ബിഗ് ബോസ് സെലിബ്രിറ്റിയുടെ ഒരു ബൈറ്റ് എനിക്ക് അനേകർ അയച്ചു തന്നു. ഞാനത് അയച്ചു കൊടുത്തതാ. അപ്പം പുള്ളി ബിഗ് ബോസ് സെലിബ്രിറ്റിയാണെന്നറിയാം, പുള്ളി യൂട്യൂബറാണെന്നറിയാം, അനേകർ അയച്ചു കൊടുത്തിട്ടാണ് പുള്ളി അത് കണ്ടത്. എടാ, ഏതാണ് ഈ അനേകര്? നിനക്കൊക്കെ എന്തിൻ്റെ കടാണ്? നീയൊക്കെ എന്തിനാ മര്യാദയ്ക്ക് ഇരിക്കുന്ന ബിഷപ്പിന് ഇത് അയച്ചു കൊടുത്തിട്ട് അങ്ങേരെ വെറുതെ ഏറി കയറ്റാൻ നിൽക്കുന്നേ? പുള്ളി ഇതൊന്നും അറിയാതെ ബിഷപ്പ് എന്തിനാ ഇതൊക്കെ കാണാൻ നിൽക്കുന്നേ? കാണുന്നതും കുഴപ്പമില്ല, ഇതിനൊക്കെ പ്രതികരിക്കാൻ നിൽക്കുന്നത്. പ്രതികരിച്ചു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് നമ്മളെപ്പോലുള്ള ആളുകളുടെ പ്രതികരണം വരും, സ്വാഭാവികമായിട്ടും പ്രതികരണം വരും. എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് ശരി, ബാക്കി പറ.
അതിനകത്ത് അദ്ദേഹം പറയുന്നത് ചാട്ടവാർ ഉപയോഗിച്ച് എന്നെ അടിക്കണം, യേശു കുരിശിൽ നിന്ന് ഇറങ്ങി വന്നാൽ ചാട്ടവാർ ഉപയോഗിച്ച് എന്നെ അടിക്കണമെന്നാണ് ഈ സായി എന്ന് പറയുന്ന വ്ളോഗർ അല്ലെങ്കിൽ യൂട്യൂബർ, ഈ ബിഗ് ബോസ് സെലിബ്രിറ്റി ആയിട്ട് നടക്കുന്ന ഈ ബഹുമാന്യനായിട്ടുള്ള യൂട്യൂബർ പറയുന്നത്. എനിക്ക് അദ്ദേഹത്തോട് പ്രതികരിക്കാനായിട്ടൊന്നുമില്ല. അദ്ദേഹത്തോട് എനിക്ക് പറയാനായിട്ടുള്ളൊരു മറുപടി, രണ്ട് കുടുംബങ്ങളെ തമ്മിൽ അടുപ്പിക്കുവാൻ ശ്രമിച്ചു എന്നാണ് ഇയാൾ പറയുന്ന വേർഷൻ. എന്നാൽ എനിക്ക് അയാൾ അല്ല, അങ്ങനെ ഒരു അഭിപ്രായം എനിക്കില്ല കേട്ടോ. ബിഷപ്പ് രണ്ട് കുടുംബങ്ങളെ തമ്മിലടുപ്പിക്കാനൊന്നും ശ്രമിച്ചിട്ടില്ല. പുള്ളി ചെയ്തത്, ഇവര് കുറച്ച് കാര്യങ്ങൾ പറയും, ആ സാധനം പുള്ളിക്കാരനങ്ങ് വിശ്വസിക്കും. ഇവര് പറഞ്ഞല്ലോ, ഇവര് പറഞ്ഞ് നാട്ടുകാർ നമ്മൾ വിശ്വസിച്ച് അത് സംസാരിക്കും. കുറച്ച് നാളുകൾക്ക് ശേഷം അവരുടെ എന്തെങ്കിലും നെഗറ്റീവ് ആകുമ്പോൾ മറ്റവർ വേറെ കുറച്ച് കാര്യങ്ങൾ പറയും, അത് വിശ്വസിക്കും. പക്ഷേ സത്യത്തിൽ എനിക്ക് തോന്നുന്നത് ഈ പുള്ളിക്കാരൻ ശുദ്ധനായതുകൊണ്ട് ആരെന്ത് പറഞ്ഞാലും വിശ്വസിക്കും. ഭയങ്കരമായിട്ട് മാനിപ്പുലേറ്റ് ആവും. ഇതാണ് ശരിക്കും സംഭവിക്കുന്നത്. പുള്ളിക്കാരനെ വെച്ച് പല ആൾക്കാർ ഗെയിം കളിക്കുന്നു. ഇതാണ് എനിക്ക് മനസ്സിലായ ഒരു സാധനം. അല്ലാതെ ബിഷപ്പ് തമ്മിലടുപ്പിച്ചു എന്നൊരു അഭിപ്രായം എനിക്കില്ല. പക്ഷേ ബിഷപ്പിന് ഈ പ്രശ്നം തീർക്കാൻ ഒരു മുൻകൈ എടുക്കായിരുന്നു. ബിഷപ്പിന് രേണു ഒരു ബഹുമാനം കൊടുക്കുമ്പോൾ, സംസാരിക്കാൻ ഒരു അവസരം കൊടുക്കുമ്പോൾ ബിഷപ്പിനെ സംസാരിക്കാം. നീ കിച്ചുവിനോട് ഒന്ന് വിളിച്ച് സംസാരിച്ച് ആ പ്രശ്നങ്ങൾ അങ്ങ് തീർക്ക്, അല്ലെങ്കിൽ കിച്ചുവിനോട് നീ കിച്ചുവിനെതിരെ റിയാക്ട് ചെയ്യണം, നിനക്ക് പ്രശ്നം തീർക്കാൻ താല്പര്യമില്ല, ഇങ്ങനെ പല ഉപദേശങ്ങളും ബിഷപ്പിന് കൊടുക്കായിരുന്നു. ബിഷപ്പ് അതൊന്നും കൊടുത്തില്ല. അതിന് പകരം ബിഷപ്പ് ചെയ്തെന്താ, ഒരു ജ്യേഷ്ഠ സ്ഥാനത്തു നിന്നും ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇന്റർവ്യൂ എന്നവനോട് കിച്ചുവിനോട് പറയാനുള്ളതെല്ലാം പറഞ്ഞു എന്നും പറഞ്ഞിട്ട് ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ കടപ്പുറമുളകും കുത്തിപ്പിടിച്ച് വാങ്ങും, ആ ലെവല് സാധനം പറഞ്ഞു. അപ്പം അത് ബിഷപ്പിൻ്റെ സൈഡിൽ നിന്നും മിസ്റ്റേക്ക് ബിഷപ്പ് ചത്താലും ഞാൻ അക്സെപ്റ്റ് ചെയ്യൂല. ഞാൻ ബിഷപ്പല്ലേ, എനിക്കങ്ങനെ തെറ്റ് പറ്റും, എന്നെ എന്തിനും ചാട്ടവാറിനടിക്കണം? ബിഷപ്പിന് തെറ്റ് പറ്റൂല എന്നൊരു മൈൻഡ് സെറ്റ് നിൽക്കുകയാണത്. അത് ഇത്രയും ആൾക്കാർ പറഞ്ഞിട്ടും അതിനകത്ത് ബിഷപ്പിന് തെറ്റായിട്ട് തോന്നിയിട്ടില്ലെങ്കിൽ, ബിഷപ്പ് ചെയ്തതിനകത്ത് യാതൊരു മിസ്റ്റേക്കും ബിഷപ്പിന് തോന്നിയിട്ടില്ലെങ്കിൽ ബിഷപ്പിൻ്റെ ചിന്താഗതിയാണ് അങ്ങനെ. അവിടെ വെച്ചേരെ, താക്കോൽ ഇപ്പോൾ എവിടെ ഉണ്ട്, വരുന്ന ഡപ്പയിൽ അവിടെ വെച്ചേരെ, അവിടെ തന്നെ ഇരിക്കട്ടെ. പറയാനായിട്ടുള്ള ഒരു മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ട് കുടുംബങ്ങളെ അടുപ്പിക്കുവാൻ ഞാനല്ല ശ്രമിച്ചത്. മറുപടി പറയാൻ മാന്യത സമ്മതിക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് മാന്യത ചോർന്നു പോയോ? അതല്ല നമ്മൾ ആദ്യം പറഞ്ഞേ, കമന്റ് ഇട്ടേ മാന്യത സമ്മതിക്കുന്നില്ലെന്ന്. ഈ അനീഷ് ബ്ലോഗ് അച്ഛനെ ഇറങ്ങിയതല്ലേ ശരി, അല്ലെങ്കിൽ ആ കമന്റ് വെക്കാൻ പാടില്ലായിരുന്നു. ഓക്കെ, ഇന്റർവ്യൂ ചെയ്യുവാൻ വന്ന ആങ്കർ എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഞാൻ നൽകുകയാണ് ചെയ്തത്. അത് തന്നെയല്ലേ സീക്രട്ട് ഏജന്റ് ചെയ്തത്. പുള്ളിക്കാരനോട് ഇന്റർവ്യൂ ചെയ്യാൻ വന്ന ആള് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരമല്ലേ സീക്രട്ട് ഏജന്റ് പറഞ്ഞത്. അച്ഛൻ ഉത്തരം പറഞ്ഞപ്പോൾ അത് ശരി, സീക്രട്ട് ഏജന്റ് ഉത്തരം പറഞ്ഞപ്പോൾ അത് തെറ്റല്ലേ? കൊള്ളാം. രേണു സുധിയെ പറ്റിയും രാഹുൽ ദാസ് എന്ന കിച്ചുവിനെ പറ്റിയുമുള്ള കാര്യങ്ങൾ എന്നോട് ചോദിച്ചപ്പോൾ എനിക്ക് പറയേണ്ട ചില കാര്യങ്ങൾ, എന്നെ ബാധിക്കപ്പെട്ട ചില കാര്യങ്ങൾക്ക് മറുപടി ഞാൻ പറഞ്ഞിട്ടുണ്ട്, ശക്തമായ മറുപടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇയാൾ പറയുന്നത് ഞാൻ ദേഷ്യപ്പെടാൻ പാടില്ല, സൗമ്യനായിട്ടിരിക്കണം. അയാളുടെ അഭിപ്രായം അയാൾ പറഞ്ഞെങ്കിൽ, എന്നെ ചാട്ടവാർ കൊണ്ട് അടിക്കണമെന്ന് അയാൾ പറഞ്ഞെങ്കിൽ എന്റെ അഭിപ്രായം എനിക്ക് പറയുന്നതിന് എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. ബിഷപ്പിന്റെ അഭിപ്രായം ബിഷപ്പ് പറയുന്നേ. നമ്മള് ഇപ്പൊ കിച്ചു ഇവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ അടങ്ങി ഒതുങ്ങി ഇരുന്നോണെന്ന് പറയും ബിഷപ്പ് ആരാൻ തരം. അങ്ങനെ ചോദ്യം വരും. അവന് കൊടുത്ത വീട്, അവനവിടെ താമസിക്കുന്നു, അവന് ആ വീട്ടിൽ അവകാശമുണ്ട്, അവൻ കഞ്ചാവാന്ന് തന്നെ വെച്ചോ. അങ്ങനെയുള്ള സമയത്ത് ആ വീട്ടിൽ ഞാൻ കൊടുത്ത വീട് അവർ ഇവിടെ വയ്യേക്ക് താമസിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തനിക്ക് എന്ത് റൈറ്റ്സ് എന്ന് അവർ തിരിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്നാ ചെയ്യും? അങ്ങനെ ഒരു പ്രശ്നം അതിനകത്തുണ്ട്. ഇപ്പൊ ബിഷപ്പ് ചെയ്തെന്താ, എന്നോട് കിച്ചുവിനെയും രേണുവിനെയും കുറിച്ച് ചോദിച്ചു, ഞാൻ ഉത്തരം പറഞ്ഞു. സീക്രട്ട് ഏജന്റ് ചെയ്തെന്താ, സീക്രട്ട് ഏജന്റിനോട് രേണുവിനെയും ബിഷപ്പിനെയും കുറിച്ച് ചോദിച്ചു, സീക്രട്ട് ഏജന്റ് ഉത്തരം പറഞ്ഞു. രണ്ടും തമ്മിലിപ്പോൾ എന്താ വ്യത്യാസം? എന്താ കേൾക്കാം. വ്യത്യാസം എന്ന് പറഞ്ഞാൽ ബിഷപ്പിനെ ഇത് ഡയറക്ട്ലി അഫക്റ്റ് ചെയ്തു, സീക്രട്ട് ഏജന്റിനെ ഇത് ഡയറക്ട്ലി അഫക്റ്റ് ചെയ്തു. ഇന്ത്യ മഹാരാജ്യത്തിൽ ആർക്കും ആരുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. ഞാൻ ബിഷപ്പാണോ അല്ലയോ എന്നുള്ളത് തെളിയിക്കാൻ അയാൾ എൻ്റെ അടുത്തേക്ക് വരാൻ പറയാം, ഞാൻ തെളിയിക്കാം. അയാൾ ആരാ? ഒരു മത പുരോഹിതനായിട്ടിരിക്കുന്ന മതസ്ഥാപനത്തിന്റെ സ്ഥാപനത്തിന്റെ ബിഷപ്പായിട്ടിരിക്കുന്ന എന്റെ സ്ഥാനത്തെ പറ്റി ചോദ്യം ചെയ്യാൻ സായി എന്ന് പറയുന്ന വ്ളോഗർ ആരാണ്? ഈ കേരളത്തിലെ ഒരു വിഭാഗം വ്ളോഗർമാര് ചേർന്നിരുന്നുകൊണ്ട് എന്റെ വായ അടപ്പിക്കുവാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അത് നടക്കത്തില്ല. അത് നടക്കത്തില്ല. ബിഷപ്പ് ജമ്മം ചെയ്ത വാടക്കരുത്. ബിഷപ്പ് ചെയ്യേണ്ടത് എന്താണെന്നറിയുമ്പോൾ, ബിഷപ്പ് കഴിഞ്ഞ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു രേണുവിന് യൂട്യൂബിൽ നിന്നും പൈസ കിട്ടും, കിച്ചുവിന് ബിഗ് ബോസിൽ പോയിട്ടില്ല പക്ഷെ അതിന് മുമ്പോട്ടെ ബിഗ് ബോസിൽ നിന്ന് പൈസ കിട്ടും, ഈ വ്ളോഗർമാർക്ക് ഡോളേഴ്സ് കിട്ടും, എനിക്കെന്ത് കിട്ടും? കുറെ BP മരുന്നല്ലാതെ എന്നാണ് പറഞ്ഞത്. ഞാൻ പറയുന്നത് ബിഷപ്പ് ഒരു റിയാക്ഷൻ ചാനൽ തുടങ്ങണം. ബിഷപ്പ് അതിനുള്ള സ്കില്ലുണ്ട്. ഒരു അഗ്രഷൻ ബിഷപ്പിൻ്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ബിഷപ്പ് ഒരു ചാനൽ തുടങ്ങണമല്ലോ, കത്തും, ഡോളേഴ്സ് കിട്ടും, മേടിച്ചോ. അല്ലാതെ ദൈവപരമായിട്ടൊന്നും ബിഷപ്പ് പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇന്ന് വരെ ഒരു ദൈവ വചനം പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. ബിഷപ്പ് പറയുന്നത് സത്യമായിട്ട് ഞാൻ കേട്ടിട്ടില്ലേ. മറ്റേ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം ഇതൊന്നും ബിഷപ്പ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല, ഞാൻ എങ്ങും കേട്ടിട്ടില്ല. ഇനിയിപ്പോൾ ഞാൻ തപ്പാത്തതിൻ്റെ കുഴപ്പമായിരിക്കും, ഞാൻ തപ്പി നോക്കാം. ബിഷപ്പ് ഒരു റിയാക്ഷൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് സായി എന്നോട് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു, മാസ്റ്റർ മൈൻഡ് മണി എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് സാധനം സെറ്റ് പറ്റും.
എന്തിനാണ് മറ്റു ചാനലുകൾക്ക് ഇന്റർവ്യൂ കൊടുത്തിട്ട് അവർ ഡോളേഴ്സ് ഉണ്ടാക്കാൻ ബിഷപ്പ് എന്തിനു സഹായിക്കണം? ഇതിനു മുമ്പ് കുറച്ച് നാളുകൾക്ക് മുമ്പ് ബിഷപ്പ് രേണുവിനെ കുറിച്ചിട്ടുള്ള സാധനങ്ങൾ കട്ട് ചെയ്ത് പലർക്കും അയച്ചു കൊടുക്കും, ലിങ്കുകൾ അയച്ചു കൊടുക്കും. മോനെ ഇത് റിയാക്ട് ചെയ്യടാ കുട്ട, ഇതാ രേണുവിന്റെ സാധനം വന്നു. എന്തിനാ അവർക്ക് നമ്മൾ ഡോളേഴ്സ് കൊടുക്കണം? ബിഷപ്പിന് അതിനുള്ള സ്കില്ലുണ്ട്, കപ്പാസിറ്റി ഉണ്ട്. ബിഷപ്പ് അത് ചെയ്. എന്നിട്ട് നമുക്ക് മരുന്ന് മാത്രം കിട്ടിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. നമുക്ക് അവസരങ്ങളുണ്ട്, അത് ഉപയോഗിക്കണം. എന്റെ മുമ്പിൽ കണ്ട കാര്യങ്ങൾ എനിക്ക് എന്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. ഞാനിത് പറയും. എന്റെ വായ അടപ്പിക്കാനാണ്, സത്യത്തെ മറച്ചു വെക്കാനാണ്, കണ്ണടച്ചിട്ട് ഇരുട്ടാക്കാൻ നോക്കുകയാണെങ്കിൽ അത് നടക്കുന്ന കാര്യമല്ല. എന്റെ കാര്യം ഞാൻ പറയും. എന്റെ കൺമുമ്പിൽ കണ്ട കാര്യങ്ങൾ ഞാൻ പറയും. ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും രാഹുൽ ദാസ് എന്ന കിച്ചുവിന് കൃത്യമായിട്ട് അറിയാം. ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും രേണുസുധിക്ക് കൃത്യമായിട്ട് അറിയാം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പലതും രേണുസുധിയുടെ കുടുംബത്തിനും കൊല്ലം സുധിയുടെ കുടുംബത്തിനും കൃത്യമായിട്ട് അറിയാം. എനിക്കത് പ്രതികരിക്കേണ്ട ആവശ്യമില്ലെന്നാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞത്. പിന്നെന്തിനാ സാധനം എന്ന് പറഞ്ഞേ? എനിക്ക് ഈ കിച്ചുവിനെ കുറിച്ച് പറഞ്ഞത് കിച്ചുവിനറിയാം, രേണുവിനും കുടുംബത്തിനും അറിയാം, സുധിയുടെ കുടുംബത്തിനറിയാം. എനിക്കതിനെക്കുറിച്ച് പ്രതികരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്? അതൊന്നും അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഇത് അവർക്കൊക്കെ അറിയാം, പക്ഷേ എനിക്കിത് അറിയേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. എനിക്കത് പറയേണ്ട കാര്യമില്ലെന്നാണ് ബിഷപ്പ് പറയുന്നത്. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് എന്തിനാ? ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്, ആ കാര്യങ്ങൾ അവർക്കും ഇവർക്കും മറ്റവർക്കും അവർക്കും ഇവർക്കും ഒക്കെ അറിയാം. പക്ഷെ അതിനെക്കുറിച്ച് ഞാൻ പറയത്തില്ല. പണ്ട് രജനീകാന്തിന്റെ പടയപ്പ എന്ന് പറയുന്നൊരു പടം ഉണ്ടായിരുന്നേ. ആ പടത്തിനകത്ത് കൗണ്ടമണി സിന്ധുളോ ഇവരെ ആരാണ്ട് ഒരു കുഴിയിൽ വീഴും, രജനീകാന്തിന്റെ ഡ്രസ്സ് എടുത്ത് മറ്റേ പുള്ളിക്ക് കൊടുക്കും. എന്നിട്ട് പോകുമ്പോഴത്തേനും പറയും മാപ്പിള ഇവരിതാ ഇവര് പോട്ടൊക്കെ ഷട്ട എന്നത്. അതേപോലെ എനിക്ക് പരിപാടിയൊക്കെ എനിക്കറിയാം, പക്ഷേ ഞാൻ പറയത്തില്ല കേട്ടോ. ഞാൻ ഇത് അവർക്ക് ഇവർക്കൊക്കെ അറിയാം, പക്ഷെ ഞാൻ പറയത്തില്ല. അങ്ങനെ സ്റ്റേറ്റ്മെന്റ് ആവശ്യമില്ലല്ലോ. എന്തെവിടെ പറയണം പറയണ്ടെന്നുള്ളത് ബിഷപ്പ് ചിന്തിക്കണ്ടേ? വേണ്ടേ? ഇത്രയും പറയൂ. എന്നെ കൊണ്ട് വായിക്കകത്ത് കമ്പിട്ട് കുത്തി പിന്നെയും പ്രതികരിപ്പിക്കുവാൻ എന്നെ ചാട്ടവാർ കൊണ്ട് അടിക്കണം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് എന്റെ പുറകെ പിന്തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും സമൂഹത്തിന് മുൻപിൽ എന്റെ കാര്യങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയുന്നതോടൊപ്പം തന്നെ എന്നെ ബാധിക്കപ്പെടുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചു പറയും. നിങ്ങൾ ഇത് കാണുക കേരളമേ, ഇത് കടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം. അതല്ലല്ലോ അല്ലേ ഇത്? അതേപോലത്തെ ഒരു സ്റ്റൈല് നമ്മൾ കമന്ററി ഒക്കെ പറയുന്ന ഒരു സാധനത്തിലൊക്കെ ബിഷപ്പ് പറയുന്നു. ബിഷപ്പ് എന്തിനാണ് ഈ ആവശ്യമില്ലാതെ ഹൈപ്പറായിട്ട് ബിപിയുടെ മരുന്നൊക്കെ കഴിക്കുന്നത്? ഫുൾ ചില്ലായിട്ട് നേരിടണം. ഇതൊക്കെ കൂളായിട്ട് എടുക്കണം ബിഷപ്പെ. ഇതിനൊക്കെ എതിരെ ഇങ്ങനെ നിങ്ങൾ ഇത് കാണുക, ഞാൻ ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കും എന്നൊക്കെ പറയേണ്ട കാര്യം എന്താ? അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ബിഷപ്പിന് പ്രതികരിക്കണ്ടെങ്കിൽ പ്രതികരിക്കണ്ട. പ്രതികരിച്ചു കഴിഞ്ഞാൽ മറുപ്രതികരണങ്ങൾ ഉണ്ടാകും, അത് കേൾക്കുക. മറുപ്രതികരണങ്ങൾ കേൾക്കണ്ടെന്നുണ്ടെങ്കിൽ പ്രതികരിക്കാതിരിക്കുക. ബിഷപ്പ് എന്തിനാ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് പ്രതികരിക്കാൻ നിൽക്കുന്നത്? എനിക്കറിയാൻ പാടില്ല. ഇത്രയും കോൺട്രവേഴ്സികൾ ഉണ്ടാക്കുന്ന ബിഷപ്പോ? ചേടാ, സംശയമില്ല, എനിക്ക് ആരെയും പേടിക്കേണ്ടതായിട്ടില്ല. നിയമത്തിന്റെ വഴിക്ക് തന്നെ ഞാൻ പോകാനാണ് തീരുമാനിക്കുന്നത്. ചില ബ്ലോഗർമാർ എന്നെ ഉപദ്രവിക്കുന്നുണ്ട്. അത് നിയമത്തിന്റെ വഴിക്കോ? ഈ ബിഷപ്പ് ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ, ബിഷപ്പ് ഇന്നിപ്പോ ഒരു ഇന്റർവ്യൂവിൽ ഒരു കാര്യം പറയുമല്ലോ, അത് നാളെ ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നതിന് മുമ്പ് ഒന്ന് കേട്ടു നോക്കണം. ഒരാളൊരു വിഷയം പറയുന്നതിന് മുമ്പ് കേട്ടു നോക്കണം. തൊട്ട് മുമ്പത്തെ ദിവസം വന്നിട്ട് പുള്ളിക്കാരൻ പറഞ്ഞു, നിങ്ങൾ എൻ്റെ മുഖം ഉപയോഗിച്ചോളൂ, എന്നെക്കുറിച്ച് നെഗറ്റീവോ പോസിറ്റീവോ പറഞ്ഞോളൂ, കണ്ടന്റ് ഉണ്ടാക്കിക്കോളൂ, എനിക്ക് പ്രശ്നമില്ല. ഇപ്പോൾ വന്നിട്ട് പറയുന്നു എന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു, ഞാൻ നിയമപരമായി നേരിടും. ബിഷപ്പെ 10 കൽപ്പനകൾ അറിയാലോ, കള്ളം പറയരുത് കേട്ടോ, അത് പ്രശ്നമാ. അത് ബ്ലോഗർമാർ എന്നെ പറ്റി അപവാദങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അവർക്കെതിരെ നിയമ നടപടികളുമായിട്ട് ഞാൻ നീങ്ങിയിട്ടുണ്ട്. പിന്നെ എന്നെ ഉപദ്രവിക്കാനാണ് ഇവരുടെ ശ്രമമെങ്കിൽ തീർച്ചയായിട്ടും ഇവരെന്റെ വായിൽ കമ്പിട്ട് കുത്തുകയാണെങ്കിൽ എന്നെ കൊണ്ടറിയാം. ഇത് ഈ വ്ളോഗർമാർ ചുമ്മാ ബിഷപ്പ് വെറുതെ വീട്ടിൽ ഇരുന്നപ്പോ കുത്തി പറയിച്ചതാണോ? അല്ലല്ലോ. നമ്മൾ വെറുതെ ഒരു കോൺട്രവേഴ്സിയിലും ഇല്ലാതെ ബിഷപ്പ് മനസമാധാനമായിട്ട് പൊക്കോണ്ടിരുന്ന സമയത്ത് ഞാൻ ഇനി മുതൽ രേണുവിന് സപ്പോർട്ട്, എവിടെ മെയിൻ സ്ട്രീം ഒന്നേ വാ, അവിടെ ഇന്റർവ്യൂ തരാം എന്നും പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടല്ലേ പ്രശ്നം തുടങ്ങിയത്. ശരി, എന്നാ പോട്ട്, അത് അവിടെ കൊണ്ട് നിർത്തിയോ? ഇല്ല. വേറൊരു പുള്ളിക്കാരൻ വന്നപ്പോൾ നീ വിടിരി, എനിക്ക് കുറേ കാര്യങ്ങൾ പറയണ്ടെന്ന് പറഞ്ഞു, അവനും ഇന്റർവ്യൂ കൊടുത്തു. അവിടെ പ്രശ്നം തീർന്നു. ഇല്ല, ഇതാണ്ടേ ഈ പുള്ളിക്കാരനൊരു ബൈറ്റ് കൊടുത്തു. ഇതിനകത്തൊക്കെ പറയുന്നത് എന്താണ്? ആകെ ബിഷപ്പിന്റെ സൈഡിൽ ന്യായമെന്ന് എനിക്ക് തോന്നിയത്, ഏതോ ഒരു സ്ത്രീ വിളിച്ചപ്പോൾ അവരോടെല്ലാം പറഞ്ഞ് അവരത് റെക്കോർഡ് ചെയ്ത് പുറത്തിട്ടു. ഫസ്റ്റ് ഓഫ് ഓൾ ആരാന്ന് പോലും അറിയാത്ത അവരോട് ഉള്ള മനസ്സിലുള്ള സത്യങ്ങളെല്ലാം തുറന്നു പറയേണ്ട കാര്യമില്ലായിരുന്നു. അത് വേറെ. അത് പറഞ്ഞപ്പോൾ അത് പുറത്തു വന്നു. അത് മാത്രമാണ് ബിഷപ്പിന്റെ സൈഡിൽ ശരിയായിട്ട് വന്നു. ഒരാളോട് വിശ്വസിച്ച് പറഞ്ഞ സാധനം പുറത്തു വന്നു. കാര്യങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിച്ച ഇവർ അടങ്ങത്തുള്ളെങ്കിൽ ഞാൻ പറയാൻ തയ്യാറാണ്. കുടുംബം കലക്കാമെന്ന്. ഏത് കുടുംബം കലക്കി? എന്ത് കുടുംബമാണ് ഞാൻ കലക്കിയത്? ആരുടെ ഏത് കുടുംബം ഏതാ കലക്കിയതെന്ന് പറ. ഇപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇടവകയിലുള്ളവരൊക്കെ ഇറങ്ങും, അവരൊക്കെ വന്ന് പറയും ഏത് കുടുംബമാണ് കലക്കിയത്, എന്ത് കുടുംബം കലക്കിയെന്നൊക്കെ. അത് ഭയങ്കര സീനിലോട്ടൊക്കെ മാറും. ഇപ്പൊ കുടുംബം കലക്കി എന്നൊരു അഭിപ്രായം എനിക്കില്ല. പക്ഷേ ആ കലങ്ങിയ കുടുംബത്തിനെ നിശ്ചലമാക്കി
ആ കലക്കം നിർത്താൻ പറ്റുമായിരുന്നു. അത് ബിഷപ്പ് ചെയ്തിട്ടില്ല. കലക്കിയ കുടുംബത്തിനകത്ത് ചെറുതായിട്ടൊന്ന് ഇച്ചിടൊന്ന് സ്പീഡപ്പ് ആക്കി കൊടുത്തു. അതാണ് ബിഷപ്പ് ചെയ്തത്. ഒരു അമ്മയും മകനും തമ്മിൽ പ്രശ്നം ഉണ്ടെങ്കിൽ സോൾവ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അത് സോൾവ് ചെയ്യാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ ഇവരുടെ അസുഖത്തെ മുൻനിർത്തി ഇവരെ കൂടുതൽ കോൺട്രവേഴ്സിയിൽ ചാടാതിരിക്കാനുള്ളത് ബിഷപ്പ് കൊടുക്കണം. അല്ലാതെ നീ കോൺട്രവേഴ്സി ചാടും, ഞാൻ കൂടെ ചാടാം എന്ന് പറഞ്ഞ് എടുത്ത് ചാടുക എല്ലാവരും ചെയ്യേണ്ടത്. ബിഷപ്പിൻ്റെ ഒരു മെച്യൂരിറ്റി ഇല്ലായ്മയാണ് ഇതിനകത്ത് കാണുന്നത്. അപ്പം ഞാൻ ഈ പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും ബിഷപ്പിന് ഇത് പുകയുമായിരിക്കും, പക്ഷേ ഇതാണ് സത്യം. അപ്പം ഒരുപാട് ആൾക്കാർ വിമർശിക്കുമ്പോൾ ബിഷപ്പ് തന്നെ സ്വന്തമായിട്ട് പരിശോധിക്കുക താൻ ചെയ്ത കാര്യങ്ങളൊക്കെ കറക്റ്റാണോ എന്ന്. ഈ താൻ എന്ന് പറഞ്ഞത് ഞാനൊരു ഫ്ലോയിൽ പറഞ്ഞ കേട്ടോ. ബിഷപ്പ് ചെയ്ത കാര്യങ്ങളൊക്കെ പരിശോധിക്കുക, സ്വന്തമായിട്ട് പരിശോധിച്ച് നോക്കുക. ഞാൻ പറഞ്ഞത് എന്തൊക്കെയാണ് ശരി, എന്തൊക്കെയാണ് തെറ്റ്, എവിടേക്കാണ് വാക്ക് മാറ്റി പറഞ്ഞത്, ഇതിൻ്റെയൊക്കെ പിന്നെ കാരണം എന്താണ്, ഇന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ ആവശ്യമുണ്ടായിരുന്നോ എന്ന് സ്വന്തമായിട്ട് ചിന്തിച്ച് നോക്കുക. ഇടയ്ക്കിടയ്ക്ക് അങ്ങ് വായിക്ക് മാറ്റി പറയും. ഓരോ ചാനലിനെ കാണുമ്പോൾ ഓരോ വാക്കാണ് പറയുന്നത്. ഞാൻ കലക്കിയത് ചാട്ടവാറ് കൊണ്ട് അടിക്കേണ്ടത് എന്നെയല്ല. ആ പറഞ്ഞ വ്യക്തിയുടെ ആ വാക്കുകൾ തീർച്ചയായിട്ടും ഏറ്റവും മോശമായ വാക്കാണ്. ഒരു മതസമൂഹത്തോട് മതസ്പർദ്ധ ഉളവാക്കുന്ന വാക്കാണ് അയാൾ പ്രചരിപ്പിക്കുന്നത്. ഇതിനകത്തൊന്നും എനിക്ക് കമൻ്റ് ഒന്നും ഇല്ല. ഓക്കെ, സീക്രട്ടേറിയൻ്റെ അതിലും ബിഷപ്പിനെ ചാട്ടവാറിന് അടിക്കണം എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ പറ്റുമെങ്കിൽ സീക്രട്ടേറിയൻ്റെ ആ സാധനം പിൻവലിച്ച് സംസാരിക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഞാൻ പറഞ്ഞത് ദൈവം നേരിട്ട് വന്നിട്ട് ഇറങ്ങി അടിക്കുമെന്ന് പറഞ്ഞിരിക്കുക, അല്ലെങ്കിൽ ഞാൻ പോയി അടിക്കണമെന്നല്ല പറഞ്ഞു. അത് നമ്മളൊരു ഉപദ്രവം അല്ലെങ്കിൽ ഒരു മീൻസ് മോശമായിട്ടൊരു ആക്ടിന് ആഹ്വാനം ചെയ്യുന്ന പോലെ ആക്കിയെടുക്കാൻ സാധിക്കും. അങ്ങനെ പുള്ളിക്കാരിക്കുമ്പോൾ പോയി പറഞ്ഞാണെങ്കിൽ അത് അങ്ങനെ ഒരു സെൻസ് അതിനകത്തുണ്ട്. തീർച്ചയായിട്ടും അയാൾ ആ വാക്ക് പിൻവലിക്കുന്നില്ല എങ്കിൽ അയാൾ ഈ പറഞ്ഞത് എന്താണെന്നുള്ളത് പൊതുസമൂഹം മനസ്സിലാക്കി വിലയിരുത്തും. വളരെ മോശമായ രീതിയിൽ, ഹീനമായ രീതിയിൽ, അപമാനിക്കുന്ന രീതിയിലാണ് അയാൾ പിന്നെ പബ്ലിക്കിന് മുമ്പിൽ വന്നിട്ട് എന്നെ പറ്റി പറഞ്ഞിരിക്കുന്നത്. അയാൾ ശരിയാണ്, അയാൾ വലിയ നല്ലവനാണ്, സമൂഹത്തിൽ കൊള്ളാവുന്നവനാണ്, വലിയ സെലിബ്രിറ്റിയാണ്, ഒക്കെ സമ്മതിച്ചു. പക്ഷെ എന്നെ വെറുതെ വിടൂ, എന്റെ വായിക്കാൻ വിട്ട് കുത്താൻ വരണ്ട. ബിഷപ്പിനെ വെറുതെ വിടണമെങ്കിൽ ബിഷപ്പ് മിണ്ടാതിരിക്കണം. അല്ലാതെ ഓരോരുത്തരും വരുമ്പോഴത്തേനും നീ വാ 2 വെറൈറ്റി ക്ലിപ്പ് ഞാൻ തരാം, ഇന്റർവ്യൂ തരാം എന്ന് പറഞ്ഞപ്പോൾ നീ വാ നിനക്ക് 2 ഇന്റർവ്യൂ തരാം, അങ്ങനെ കൊടുക്കുമ്പോൾ അതിനൊരു മറുപടി റിയാക്ഷൻ ഉണ്ടാവും. അതില്ലാതെ മിണ്ടാതിരിക്കണം, അത് പറ്റത്തുമില്ല. അത്രേ എനിക്ക് അയാളെ പറ്റി പറയാനുള്ളൂ. അയാളുടെ കാര്യം നോക്കട്ടെ, ഞാൻ എന്റെ കാര്യം നോക്കിയാണ് മുന്നോട്ട് പോകുന്നത്. എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം ഇനിയും എന്നോട് ചോദിച്ചാലും എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറയേണ്ട സമയത്ത് ഞാൻ പറയും. അത്രേ ഉള്ളൂ. അറിയാവുന്ന സമയത്ത് അറിയാവുന്ന ഉത്തരങ്ങൾ അറിയാവുന്ന പോലെ പറയണം. അപ്പോൾ പറയാനുള്ളത് നമ്മളെപ്പോലുള്ളവർ ഇവിടെ വന്നിരുന്ന് പറയാനുള്ളത് പറയേണ്ട സമയത്ത് പറയേണ്ട പോലെയും പറയും. അപ്പോൾ അതിനെ കെട്ടി നിർത്താൻ ബിഷപ്പ് നോക്കണ്ട. ബിഷപ്പിന്റെ സൈഡിൽ നിന്ന് തെറ്റ് വരാതിരിക്കാൻ ബിഷപ്പ് യേശുക്രിസ്തു അല്ല, അതാദ്യം മനസ്സിലാക്കുക. ബിഷപ്പിന്റെ സൈഡിൽ നിന്ന് തെറ്റുകൾ വരും, കാരണം താങ്കൾ ഒരു മനുഷ്യനാണ്. ആ മനുഷ്യന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവന്റെ വായെല്ലാം കൂടെ കുറെ കേസ് കൊടുത്ത് മൂടിക്കെട്ടി അവനെതിരെ ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ട് മറ്റ് ചില ചാനലുകൾക്ക് ഇന്റർവ്യൂ കൊടുക്കുകയും ബൈറ്റ് കൊടുക്കുകയും അല്ല ചെയ്യേണ്ടത്. ഈ ബിഷപ്പിനെ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ചില ചാനലുകളുണ്ട്. ഈ ചാനൽ എന്തുകൊണ്ടാണ് ഇവർ ആവശ്യമില്ലാത്ത വിഷയത്തിൽ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്കറിയത്തില്ല. ഞാൻ രേണുവിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, പല സമയത്തായിട്ട് ഞാനും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, എതിർത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പ്യൂർലി പറയുന്നത് അവർ ചെയ്യുന്ന ആക്ടിനെതിരെയാണ്, അവർ കാണിക്കുന്ന ചേഷ്ടകൾക്കെതിരെ, അവർ കാണിക്കുന്ന അവരുടെ ഔട്ട്കമ്മിനെതിരെയാണ് സംസാരിക്കുന്നത്. അവർ നല്ലൊരു സാധനം അവരുടെ സൈഡിൽ നിന്ന് തീർച്ചയായിട്ടും നമ്മൾ അതിനെ അഭിനന്ദിക്കും. ഇത് എന്തൊരു കണ്ടാലും അങ്ങനെ അതൊരു പ്രത്യേകതരം സ്കില്ലാട്ടോ. എന്ത് കണ്ടാലും അവരെങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ, അവർ ബില്ല് ഫേക്ക് കാണിച്ചാണ് നിങ്ങൾക്ക് എന്താ, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെയാണ് വരുന്നത്. അങ്ങനെ ഫേക്ക് കാണിച്ചിട്ടല്ലല്ലോ ഉണ്ടാക്കുന്നത്. നാളെ ഒരുത്തിന് ക്യാൻസർ രോഗം വരുമ്പോഴത്തേന് 2 ലക്ഷം രൂപയുടെ ബില്ലും പൊക്കി പിടിച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ 2 ലക്ഷം രൂപ എടുക്കാനില്ലാത്തവൻ എന്നാ ചെയ്യും? ഈ നാട്ടുകാരിലേക്ക് ഇത് ഭയങ്കര ഭീതി ഉണ്ടാക്കുന്ന സാധനങ്ങൾ ചെയ്തിട്ട് നമ്മളെപ്പോലുള്ള അമ്മ മിണ്ടായിരിക്കണോ? നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ പ്രതികരിക്കുക, നമ്മളും പ്രതികരിക്കാം. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതികരിച്ച് അച്ഛൻ പറഞ്ഞ പോലെ ഞങ്ങൾ ലോളോസ് ഉണ്ടാക്കും, കിച്ചു ബിഗ് ബോസിലെ പൈസ ഉണ്ടാക്കും, പിന്നെ രേണു യൂട്യൂബിലെ പൈസ ഉണ്ടാക്കും, ബിഷപ്പുടെ ചാനലുണ്ട് ബിഷപ്പും ഡോളേഴ്സ് ഉണ്ടാക്കും. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റുകളെ രേഖപ്പെടുത്തി മറ്റൊരു ബൈ.